ഹലോ ഹാൾ. നമ്മുടെ മാത്സിൻ്റെ എക്സാമാണ് നാളെ നടക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് ടോട്ടൽ 5 ചാപ്റ്റേഴ്സാണുള്ളത് അല്ലേ. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, അതായത് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന മെട്രിക്സും ഡിറ്റർമിനൻസും ആണ്. അപ്പോൾ ഐ തിങ്ക് എല്ലാവരും മെട്രിക്സും ഡിറ്റർമിനൻസും എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. മെട്രിക്സും ഡിറ്റർമിനൻസും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ അല്ലേ. അപ്പോൾ നാളത്തെ എക്സാമിന് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് വ്യത്യസ്തമായൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസും അതേപോലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയാണ്. നിങ്ങൾ നാളെ രാവിലെ മോർണിംഗിലും ഒന്നുകൂടെ നോക്കേണ്ട 2 ചാപ്റ്റേഴ്സാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അതേപോലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഈ ബാക്കിയുള്ള 3 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഓക്കെ, കാരണം അതിന് നമുക്കിപ്പോൾ പഠിച്ചെടുക്കാൻ വളരെ സിമ്പിളാണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആണെങ്കിലും മെട്രിക്സ് ആണെങ്കിലും ഡിറ്റർമിനൻസ് ആണെങ്കിലും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസും കണ്ടിന്യൂറ്റി അത്യാവശ്യം വലിയ ചാപ്റ്റേഴ്സാണ്. അതുപോലെ കുറച്ച് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ് ഈ 2 ചാപ്റ്റേഴ്സും. അപ്പോൾ അത് രണ്ടും നിങ്ങൾ രാവിലെ മോർണിംഗ് സെക്ഷനിൽ നിർബന്ധമായിട്ടും പഠിക്കുക. നല്ല പോലെ എന്ത് ചെയ്യുക, എക്സാമിന് പെർഫോം ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.